ഹലോ ഗായ്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന 3 മേജർ സൈക്കോളജിക്കൽ മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മിസ്റ്റേക്സ് നമ്മൾ സോൾവ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മന്ത്ലി P&L ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ഏതെല്ലാമാണ് ആ 3 മിസ്റ്റേക്സ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ റിവെഞ്ച് ട്രേഡ്സ്, സെക്കൻഡ് വൺ ഗാംബ്ലേഴ്സ് ഫാലൻസി ആൻഡ് ലാസ്റ്റ് വൺ FOMO ട്രേഡിംഗ്. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് എങ്ങനെ ഒരു മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതും നോക്കാം. അതിന്റെ സൊല്യൂഷൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്സ് നിങ്ങൾക്കും സംഭവിക്കാറുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് വൺ റിവെഞ്ച് ട്രേഡ്സ്. ഈ ഒരു ടേം നമുക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും, എന്നാലും ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. റിവെഞ്ച് ട്രേഡ് എന്ന് പറയുമ്പോൾ ഞാനൊരു ട്രേഡ് എടുത്തു. ഫോർ എക്സാമ്പിൾ ഒരു ഫസ്റ്റ് ട്രേഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരു 500 റുപ്പീസ് ലോസ് സംഭവിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ട്രേഡ് എടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ട്രേഡ് എടുക്കുമ്പോൾ എൻ്റെ മൈൻഡിലുള്ള എൻ്റെ തോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രേഡിൽ സംഭവിച്ച ലോസ് എനിക്ക് റിക്കവർ ചെയ്യണം. ആ ഒരു മൈൻഡ് നമുക്ക് വന്ന ആ ഒരു സെക്കൻഡ് ട്രേഡിനെ നമുക്ക് റിവെഞ്ച് ട്രേഡ് എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ പ്രോബ്ലം എന്നുള്ളത് എൻ്റെ സെക്കൻഡ് ട്രേഡ് പ്യുവർലി ബേസ്ഡ് ഓൺ ഇമോഷൻ ആയിരിക്കും. കാരണം എൻ്റെ ഫസ്റ്റ് ട്രേഡിൽ 500 റുപ്പീസ് ലോസ് സംഭവിച്ചു. ആ ലോസ് റിക്കവർ ചെയ്യണം എന്നുള്ള ഇമോഷൻ ആണ് സെക്കൻഡ് ട്രേഡിന്റെ എൻ്റെ ട്രേഡിംഗ് ഡിസിഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് വരുന്ന വലിയൊരു പ്രോബ്ലം, ഞാൻ കാണുന്ന എല്ലാ സ്റ്റോക്കിലും എനിക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഞാൻ കാണും ഒരു റിവെഞ്ച് ട്രേഡ് ആയിരിക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ലോസ് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ പൊസിഷൻ സൈസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് ട്രേഡിൽ ഞാൻ ഒരു 500 ക്വാണ്ടിറ്റീസ് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിലെ ലോസ് സംഭവിച്ചത് എനിക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ സെക്കൻഡ് ട്രേഡ് ആയിരിക്കുമ്പോൾ ഒരു 750 ഒരു 1000 ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് ഞാൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ഇത് വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? അതിനുവേണ്ടി ഞാൻ ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റ് എന്നുള്ളത്, എൻ്റെ ട്രേഡിങ്ങിൽ റിക്കവറി എന്ന ടേമേ ഇല്ല. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ആ ഒരു ലോസ് എനിക്ക് ഒരിക്കലും റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ എടുക്കുന്ന പൊസിഷൻസ് എല്ലാം ഞാൻ പിന്നെ രണ്ടാമത് ട്രേഡ് ചെയ്യുന്ന എല്ലാം ഒരു പുതിയൊരു പൊസിഷനാണ്. മുന്നേ സംഭവിച്ച ലോസിനെ കുറിച്ച് ഞാൻ ബോധേഡ് ആവുന്നേ ഇല്ല. നമ്മൾ ആ ഒരു മുന്നത്തെ ലോസ് നമ്മൾ ബോധേഡായി ആ ഒരു ലോസ് റിക്കവർ ചെയ്യണമെന്ന് വരുമ്പോഴാണ് നമുക്ക് റിവെഞ്ച് ട്രേഡ് എന്ന ആ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ മുന്നേ നമുക്ക് അങ്ങനെ ഒരു ലോസ് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ലോസ് സംഭവിച്ചാലും നമ്മൾ പറഞ്ഞു 500 റുപ്പീസ് എനിക്ക് മുന്നത്തെ ട്രേഡിൽ എനിക്ക് ലോസ് സംഭവിച്ചു. ആ ഒരു ലോസ് 500 റുപ്പീസ് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തതാണ്. ആ ഒരു ട്രേഡ് നഷ്ടത്തിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ ആ ഒരു 500 റുപ്പീസ് എനിക്ക് ലോസ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ട്രേഡിൽ എനിക്ക് 500 റുപ്പീസ് ലോസ് സംഭവിച്ചു. അത് കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. പിന്നെ റിക്കവർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ സെക്കൻഡ് ട്രേഡ് എടുക്കുന്നത് എൻ്റെ ഒരു ഫ്രഷ് ട്രേഡ് ആയിട്ടാണ്. അവിടെ മുന്നേ പ്രോഫിറ്റ് ലഭിച്ചോ മുന്നേ ഒരു ലോസ് സംഭവിച്ചോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. സെക്കൻഡ് ട്രേഡ് എന്നുള്ളത് ഒരു പുതിയൊരു ട്രേഡ് ആയിട്ട് ഞാൻ തുടങ്ങുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഈ ഒരു റിക്കവറി എന്ന ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയാൽ തന്നെ നമ്മുടെ ഈ ഒരു റിവെഞ്ച് ട്രേഡ്സ് നമുക്ക് ഒരുപാട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സോ നെക്സ്റ്റ് എന്നുള്ളത് സെക്കൻഡ്, ഗാംബ്ലേഴ്സ് ഫാലൻസി. ഈ ഒരു ടേം അധിക പേർക്കും പരിചിതമായിരിക്കില്ല, പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നമ്മളെല്ലാവരും അറിയാതെ ഈ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ട്രേഡിങ്ങിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം. ഞാൻ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വെച്ച് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തരാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ഒരു കോയിൻ ഞാൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹെഡ് ടെയിൽ കിട്ടാനുള്ള ചാൻസ് 50-50 ചാൻസ് ആണ്. അങ്ങനെ ആ ഒരു കോയിന് ഞാൻ 10 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ അപ്പോഴും എൻ്റെ ഹെഡ് ടെയിൽ കിട്ടാനുള്ള ചാൻസ് 50-50 ചാൻസ് ആണ്. എന്ന് വെച്ചാൽ 10 പ്രാവശ്യം ഞാൻ ടോസ് ചെയ്താൽ 5 പ്രാവശ്യം ഹെഡ് കിട്ടും, 5 പ്രാവശ്യം ടെയിൽ കിട്ടും. അതാണ് നമ്മൾ പഠിച്ച പ്രോബബിലിറ്റി. അപ്പോൾ ഞാൻ ടോസ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ടോസ് ചെയ്തു, എനിക്ക് ഹെഡ് കിട്ടി. സെക്കൻഡ് ചെയ്തു, തേർഡ് ചെയ്തു, ഫോർത്ത് ചെയ്തു, അങ്ങനെ ഫിഫ്ത്ത് ചെയ്തപ്പോഴും 5 പ്രാവശ്യം എനിക്ക് ഹെഡ് മാത്രം കിട്ടി. അപ്പോൾ ആറാമത്തെ പ്രാവശ്യം ഞാൻ ടോസ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ എന്നോട് ഒരാൾ വന്ന് പറയുന്നു, ആറാമത്തെ പ്രാവശ്യം എനിക്ക് ഷുവർ ആയിട്ട് ടെയിലായിരിക്കും കിട്ടുന്നതെന്ന്. അപ്പോൾ ഞാൻ എന്തെന്ന് കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് 5 പ്രാവശ്യം ഹെഡ് കിട്ടിക്കഴിഞ്ഞു, ഇനി ആറാമത്തെ പ്രാവശ്യം വരുന്നത് ടെയിലായിരിക്കും. നമ്മുടെ 50-50 ചാൻസ് ആണ്. അപ്പോൾ മുന്നേ 5 പ്രാവശ്യം കഴിഞ്ഞു, ഇനി വരുന്ന ബാക്കി 6, 7, 8, 9 ടോസുകളും 9, 10 ടോസുകളും ടെയിലായിരിക്കും നിനക്ക് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് ആണ് ഗാംബ്ലേഴ്സ് ഫാലൻസി എന്ന് വെച്ചാൽ മുന്നേ സംഭവിച്ച ഇവന്റ്സിനെ കുറിച്ച് മാത്രം ആ ഇവന്റ്സിനെ താരതമ്യപ്പെടുത്തി ഇന്നത്തെ പ്രോബിലിറ്റി പറയുന്നതിനാണ് ഗാംബ്ലേഴ്സ് ഫാലൻസി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം.
നമ്മളെല്ലാവരും പറയാറുണ്ട്, ഇപ്പോൾ നിഫ്റ്റി ഒരു 3 ദിവസം ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ് ട്രെൻഡ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു ഒരു 4ാമത്തെ ദിവസം അത് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്താ 3 പ്രാവശ്യം അപ് ട്രെൻഡ് സംഭവിച്ചു, 4 പ്രാവശ്യം ഒന്നും അടുപ്പിച്ച് ഒരു അപ് ട്രെൻഡ് സംഭവിക്കാറില്ല. അപ്പോൾ 3ാമത്തെ പ്രാവശ്യം അതൊരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോയിന്റെ കേസ് തന്നെ 3 പ്രാവശ്യം ഒരു സംഭവം അടുപ്പിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ, മൂന്നെന്നല്ല, ഒരുമിച്ച് ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോബബിലിറ്റി ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പോ അതുപോലെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പല ആളുകളും നമുക്ക് അഡ്വൈസ് തരുന്നത് കാണാം. നിങ്ങൾക്ക് ഒരു വീക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ കാരണം ചോദിക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ 2-3 വീക്കൊന്നും പ്രോഫിറ്റബിൾ ആയിരിക്കും കിട്ടാറില്ല. അപ്പോൾ ഫസ്റ്റ് വീക്ക് നിങ്ങൾ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 4 ദിവസം നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്, 5ാമത്തെ ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക, 5ാമത്തെ ദിവസം നിങ്ങൾക്ക് ലൂസിങ് ട്രേഡ് ആയിരിക്കാനാണ് ചാൻസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ അതാണ് ഗാംബ്ലേഴ്സ് ഫാലൻസി. നമുക്ക് മുന്നേ സംഭവിച്ച ആ ഒരു പ്രോബബിലിറ്റി, ആ ഒരു ഇവന്റിനെ ബേസ് ചെയ്ത് ഇന്നത്തെ ഈ പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഞാൻ ഒരു രസകരമായ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ PR സുന്ദർ സർ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്. അത് ഒരു പേഷ്യന്റ് സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ബെഡിൽ കിടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ടെൻസ്ഡ് ആണ്, ആ ഒരു പേഷ്യന്റിന് ഈ സർജറി ചെയ്യുമ്പോൾ. അപ്പോൾ ഡോക്ടറോട് ചോദിക്കുന്നു സർജറിക്ക് മുന്നേ ആയിട്ട്, ഇത് ഞാനിപ്പോൾ സർജറി ചെയ്ത എത്ര പെർസെൻറ്റേജ് സക്സസ് ആണ് ഞാൻ രക്ഷപ്പെടാൻ എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു 100% സക്സസ് ആണ്, ഐ എം ഷുവർ എന്ന് പറയുന്നു ഡോക്ടർ. അപ്പോൾ പേഷ്യന്റ് തിരിച്ചു ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ 100% ഷുവർ എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു, ഈ ഒരു സർജറിയുടെ സക്സസ് റേഷ്യോ എന്നുള്ളത് 10%. അപ്പോൾ ഞാൻ ഇതുവരെ 9 പേരെ ഞാൻ സർജറി ചെയ്തിട്ടുണ്ട്, 9 പേരും മരിച്ചുപോയി, ആ സർജറി ഫെയിലായി മരിച്ചുപോയി. ഇപ്പോൾ നിങ്ങളാണ് 10ാമത്തെ ആള്. ആ ഒരു 10% ആളുകൾ എങ്ങനെ ആയാലും ഈ ഒരു സർജറിയിൽ രക്ഷപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു 10% പെടുന്ന ആളാണ്, അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ളത് എൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ അതാണ് ഗാംബ്ലേഴ്സ് ഫാലൻസി. ഞാൻ വീണ്ടും പറയുന്നു, അപ്പോൾ ഇതിൽ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10ാമത്തെ വന്ന പേഷ്യന്റിന്റെ പ്രോബബിലിറ്റിയും 1/10 ആണ്. എന്ന് വെച്ചാൽ അപ്പോഴും 10% തന്നെ അദ്ദേഹത്തിന് ആ ഒരു പേഷ്യന്റ് സക്സസ് ആവാനുള്ള റേഷ്യോ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഗാംബ്ലേഴ്സ് ഫാലൻസി നമ്മുടെ മൈൻഡിലോട്ട് നമ്മൾ അറിയാതെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഈ ഒരു ഗാംബ്ലേഴ്സ് ഫാലൻസി നമുക്ക് നമ്മുടെ റിവെഞ്ച് ട്രേഡിനായിട്ട് ലിങ്ക് ചെയ്ത് കണ്ട് പറയാം. കാരണം നമുക്കൊരു ട്രേഡ് നമുക്ക് സംഭവിച്ചു, ഒരു ട്രേഡ് ലൂസിങ് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ട്രേഡ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ട്, 50-50 ചാൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ച്. ഇപ്പോൾ 2 ട്രേഡ് നമുക്ക് ലൂസിങ് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ 3ാമത്തെ ട്രേഡ് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതല്ല, ഒരു 4 ട്രേഡ് നമുക്ക് ലൂസിങ് ട്രേഡ് അടുപ്പിച്ച് വന്ന് ഇനി ഷുവറാണ് 5ാമത്തെ ട്രേഡ് എൻ്റെ പ്രോഫിറ്റബിൾ ആയിരിക്കും നമ്മൾ പല സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഗാംബ്ലേഴ്സ് ഫാലൻസി. ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ സിമ്പിൾ ആണ്. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ റിവെഞ്ച് ട്രേഡിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രേഡ് നമുക്ക് സംഭവിച്ചു, ഒരു ട്രേഡ് ലൂസിങ് ട്രേഡ്, പിന്നെ അത് കഴിഞ്ഞ് 2ാമത്തെ ട്രേഡ് ചെയ്യുമ്പോൾ അത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ട്രേഡാണ്. മുന്നേ സംഭവിച്ച പ്രോഫിറ്റോ ലോസോ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന ആ ഒരു ഫ്രഷ് ട്രേഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയുടെ കേസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ 3 ദിവസം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡ് വന്നു, 4ാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡ് വന്നൂടെ? അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 4ാമത്തെ ദിവസം ഒരു മാർക്കറ്റ് മൂവ്മെന്റ് സംഭവിക്കില്ല. അപ്പോൾ അത് നമ്മൾ ടെക്നിക്കലി അനാലിസിസ് ചെയ്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതല്ലാതെ ഈ ഒരു ഗാംബ്ലേഴ്സ് ഫാലൻസി എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് വരുന്നതല്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പുതിയ ട്രേഡ്സ് എടുക്കുമ്പോൾ അത് പുതിയ ഒരു കൺസെപ്റ്റ്, പുതിയ ഒരു പൊസിഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. നമുക്കിപ്പോൾ ഒരു 4 പ്രാവശ്യം ഒരു ലോസ് വന്നു എന്ന് കരുതി 5ാമത്തെ പ്രാവശ്യം അത് പ്രോഫിറ്റബിൾ ആവണം എന്നില്ല. പിന്നെ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് പറയാം, 4 പ്രാവശ്യം ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് വന്നു എന്ന് കരുതി 5ാമത്തെ പ്രാവശ്യം അത് ഒരു ലൂസിങ് ട്രേഡ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഇനി നെക്സ്റ്റ്
ആൻഡ് ലാസ്റ്റ് വൺ ഫൊമോ ട്രേഡിംഗ്. ഫൊമോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. നമുക്ക് അതിനെ സിംപ്ലി ഓവർ ട്രേഡിംഗ് എന്ന് പറയാം. ഓവർ ട്രേഡ് ചെയ്യാനുള്ള റീസൺ ആണ് ഫൊമോ. അപ്പോൾ ഫൊമോ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടമാകുമെന്നുള്ള ഒരു ഭയം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാനൊരു സ്റ്റോക്കിലെ അനാലിസിസ് ചെയ്തു, നല്ലൊരു ബ്രേക്ക് ഔട്ട് എനിക്ക് കിട്ടി. ഞാൻ ആ ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ എൻട്രി എടുത്തു. ആ എൻട്രി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ വാട്സപ്പ് നോക്കുന്നു. ആ വാട്സപ്പ് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്കൊരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തു. ഞാൻ ആ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ അതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നു. അതിലും ഞാൻ എൻട്രി എടുത്തു. ഞാൻ അതിൽ എൻട്രി എടുക്കാൻ കാരണം എനിക്ക് ആ ഒരു പ്രോഫിറ്റ് മിസ്സാകുമെന്നുള്ളൊരു ഭയം, ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാകും എന്നുള്ളൊരു ഭയം കൊണ്ട് ഞാൻ എൻട്രി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ടെലിഗ്രാം നോക്കുമ്പോഴും ടെലിഗ്രാമിലും ഒരുപാട് ഫ്രണ്ട്സ് പലതരത്തിലുള്ള കോൾസ് ഇടുന്നു, പലതരത്തിലുള്ള സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നു. അതെല്ലാം നോക്കുമ്പോഴും എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആയി എനിക്ക് തോന്നുന്നു. ഞാൻ അതിലും പോയി എൻട്രി എടുത്തു. എല്ലാം എൻട്രി എടുക്കാൻ കാരണം ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാകും, ആ ഒരു പ്രോഫിറ്റ് എനിക്ക് കിട്ടാതെ പോകും എന്നുള്ള ഒരു ഭയം. അപ്പോൾ അത് വലിയൊരു മിസ്റ്റേക്കാണ്. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു അനാലിസിസ്, നമ്മൾ എടുത്ത സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10-15 സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും ട്രേഡ് ചെയ്തത്. ആ ഒരു 10-15 സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് ട്രേഡ് എടുത്തതിന് ശേഷം അനാലിസിസ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് വലിയൊരു മിസ്റ്റേക്കാണ്. നമുക്ക് വേണ്ടത് 2-3 പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രേഡ്സ് ആണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ട്രേഡ് നമ്മൾ അതിനു വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫൊമോ ട്രേഡിംഗ് എങ്ങനെ, ഈ ഒരു മിസ്റ്റേക്ക് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ്, വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ വാരൻ ബഫറ്റ് ആരും ആയിക്കോട്ടെ, അപ്പോൾ അവരൊന്നും എല്ലാ സ്റ്റോക്കിലും, എല്ലാ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ മേ ബി പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർ ഇൻവെസ്റ്റ് ചെയ്യാത്ത പല സ്റ്റോക്കുകളും അവർ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിനേക്കാളും പെർഫോം ചെയ്ത് പോയിട്ടുണ്ട് എന്ന് കരുതി അവർക്ക് പരാതിയില്ല. അത്രയും വലിയ ഇൻവെസ്റ്റേഴ്സ്, ട്രേഡേഴ്സ് ഒന്നും എല്ലാ ഓപ്പർച്യൂണിറ്റിയും ക്യാപ്ചർ ചെയ്യാറില്ല. പിന്നെ നമ്മൾ എന്തിന് അത്ര എല്ലാ സ്റ്റോക്കുകളിലും പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എല്ലാ സ്റ്റോക്കുകളും പോയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നു? ആ ഒരു കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത് ഞാൻ സോൾവ് ചെയ്യാൻ ഞാൻ പേഴ്സണലി ചെയ്യുന്നത്, എൻ്റെ ഇന്നത്തേക്ക് വേണ്ട വാച്ച് ലിസ്റ്റ് ഞാൻ തലേ ദിവസം തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കും. മേ ബി ആ വാച്ച് ലിസ്റ്റിൽ ഒരു 10-15 സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും. ആ ഒരു 10-15 സ്റ്റോക്കുകളിൽ നിന്ന് ഒരു 2-3-4 മാക്സിമം പോയ ട്രേഡ്സ് ഞാൻ എടുക്കാറുണ്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി അഥവാ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു വാച്ച് ലിസ്റ്റിൽ ഒന്നും പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ആ ഒരു ദിവസം ഞാൻ ട്രേഡ് ചെയ്യില്ല. അതല്ലാതെ ആ ഒരു 10 സ്റ്റോക്ക് 15 സ്റ്റോക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഉള്ളതല്ലാതെ വേറെ ഏത് തരത്തിലും നിഫ്റ്റി അല്ലെങ്കിൽ ഏത് സ്റ്റോക്കുകൾ ആയിക്കോട്ടെ എങ്ങനെ പെർഫോം ചെയ്താലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഞാൻ അത് തലേ ദിവസം ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടില്ല, അതിൽ സപ്പോർട്ട് അറിയില്ല, റെസിസ്റ്റൻസ് അറിയില്ല, ബാക്കിയുള്ള അനാലിസിസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ, ഇന്നത്തേക്കുള്ള ഒരു വാച്ച് ലിസ്റ്റ് അനാലിസിസ് ചെയ്ത് നമുക്ക് എല്ലാ റെസിസ്റ്റൻസും സപ്പോർട്ടും നോക്കി ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. നമുക്ക് അറിയാവുന്ന ആ ഒരു സ്റ്റോക്കുകളാണ് ആ ഒരു 10 സ്റ്റോക്കുകൾ എന്നുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഫോമോ ട്രേഡിംഗ് നമുക്ക് ഒഴിവാക്കാം, ഓവർ ട്രേഡിംഗ് ഒഴിവാക്കാം, നമ്മുടെ റിവെഞ്ച് ട്രേഡിംഗ് നമുക്ക് ഒഴിവാക്കാം ഈ ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ. ഞാൻ പേഴ്സണലി അതാണ് ഫോളോ ചെയ്യുന്നത്. സോ ഈ ഒരു 3 മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ഈ ഒരു വീഡിയോയിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് സർക്കിളിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സോ സീ യു.